ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നിങ്ങളുടെ ശത്രു വെളിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഭർത്താവേ ഒരു ശത്രുവാണെങ്കിൽ, നിങ്ങളെ തകർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതൊരു കണക്കിന് പറഞ്ഞാൽ ശബ്ദമില്ലാതെ പതിയെ പതിയെ നടക്കുന്ന ഒരു മരണമെന്ന് പറയാം. അവർ നിങ്ങളെ അടിക്കണമെന്നില്ല, അലറണമെന്നില്ല. പക്ഷേ അവർ പറയുന്ന ഓരോ വാക്കും കുറേശ്ശെ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ പറയുന്ന ഒരു പ്രവൃത്തിയും ശരിയില്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വെറും ഒരു ഇമാജിനേഷൻ മാത്രമാണ്, നിങ്ങൾക്ക് ഭ്രാന്താണ്, ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് സ്നേഹം കൊണ്ടോ കരുതൽ കൊണ്ടോ അല്ല, അധികാരം കൊണ്ട്. ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുന്നവർ എന്നായാലും ഒരു ദിവസം അവർ ഈ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായി അവർ പുറത്തു കൊണ്ടുവരപ്പെടും. എന്നാൽ ഒരു സ്ത്രീയെ മാനസികമായി ഇങ്ങനെ അടിച്ചമർത്തുന്നവർ എന്നും ഒരു നല്ല ഭർത്താവാണ്. ഒരു മുഖം മൂടി അണിഞ്ഞ് വീട്ടിലും ഈ സമൂഹത്തിലും എല്ലാം അവർ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കും. എന്നാൽ ചാണക്യർ പറയുന്നു, ആരൊരാൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കുന്നുവോ അവർ നിങ്ങളുടെ ശത്രുവാണ്. അതിപ്പോൾ ആരായാലും ശരി, നിങ്ങളുടെ ഭർത്താവായിരുന്നാൽ പോലും. ഇത് കേൾക്കുമ്പോൾ കഠിനമായിട്ട് തന്നെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്വസ്റ്റ്യൻ വരും, ഇത് ക്ഷമിച്ചു കൊടുത്തുകൂടെ, കുറച്ച് ദിവസം ക്ഷമിച്ചാൽ അവർ മാറും എന്നൊക്കെ. അവിടെയാണ് ചാണക്യർ പറയുന്നത്, നിങ്ങളെ വളരെ സ്നേഹത്തോടും കരുതലോടും ശാന്തമായിട്ട് നിങ്ങളെ തിരുത്തുന്നതാണ് ഭർത്താവ്. അല്ലാതെ നിങ്ങളെ പേടിപ്പിച്ചും നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർത്തും നിങ്ങളെ ദിവസവും ഒരു കുറ്റവാളിയാക്കി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ശത്രു തന്നെയാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു, അപ്പോൾ ആ വ്യക്തി മാറിയോ? ഇല്ല, നിങ്ങൾ കുറേ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പോൾ ആ വ്യക്തി എല്ലാം മനസ്സിലാക്കിയോ? ഇല്ല. ആ വ്യക്തി നിങ്ങളുടെ കണ്ണീരിൽ ശക്തനാവുകയും നിങ്ങളുടെ ന്യായീകരണങ്ങൾ എടുത്ത് കളിക്കുകയും നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നോ അത്രത്തോളം നിങ്ങളെ കൺട്രോളിൽ വച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചാണക്യർ പറയുന്നത്, കരയരുത്, തളരരുത്, ന്യായീകരണങ്ങൾ നിരത്തി ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇത് ഭയമല്ല, ബലഹീനതയല്ല, ഇതാണ് തന്ത്രം. ഈ വീഡിയോ നിങ്ങളെ തളർത്താനോ തകർക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. ഇത് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ ചാണക്യരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് തന്നെ അവൾക്ക് ശത്രുവായിട്ടിരുന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചാണക്യരുടെ വിധി പറയുന്നു. നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ ഉണർവിന് അടിമയാകരുത്, ഇമോഷൻസിന് അടിമയാകരുത്. നിങ്ങളുടെ ഭർത്താവ് ഒന്ന് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനെയല്ല, നിങ്ങളുടെ മനസ്സിനെയും ഇമോഷൻസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ആ വ്യക്തി പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്രണത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ വ്യക്തി എന്ത് വിചാരിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ശാന്തതയെ ഭയമെന്നും നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതിനെ ബലഹീനതയെന്നും നിങ്ങളുടെ മൗനത്തെ അടിമത്വം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ തന്നെയാണ് സ്ത്രീ തെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഒന്നാക്കി പറഞ്ഞാൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ മുഖം മാറും. നിങ്ങളെ അപമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തകർന്ന് കണ്ണീരൊഴുക്കാൻ തുടങ്ങും. അപ്പോൾ ആ നിമിഷം ആ വ്യക്തി അവിടെ ജയിക്കാൻ തുടങ്ങി എന്നർത്ഥം. ചാണക്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിന്റെ പകുതി ജയിച്ചു കഴിഞ്ഞു. നിങ്ങൾ കരഞ്ഞെന്നോ ദേഷ്യപ്പെട്ടെന്നോ വഴക്കു കൂടിയെന്നോ പറഞ്ഞോ ആ വ്യക്തി മാറാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കാണിക്കുന്ന ഓരോ നിമിഷവും ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എന്ത് പറഞ്ഞാൽ നിങ്ങൾ കരയും, എന്ത് ചെയ്താൽ നിങ്ങൾ തളരും, എവിടെ കുത്തിയാൽ നിങ്ങൾ കരയും, ഇങ്ങനെ കുറേ പാഠങ്ങൾ പഠിച്ച് അതെല്ലാം അവർക്കൊരു ആയുധമായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചാണക്യർ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ആക്കുകയോ ഇല്ല നിങ്ങളെ അപമാനിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളുടെ മുഖത്ത് ഒരു ഭാവഭേദവും വരാൻ പാടില്ല. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ വളരെ കഠിനമാണ് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. നമ്മളെല്ലാം മനുഷ്യരല്ലേ. പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര കടുത്ത വേദനയും നമ്മളത് പൊട്ടിപ്പോകും നമ്മളറിയാതെ, കാരണം നമ്മൾ ഇത്രയും ദിവസം അതാണ് ശീലിച്ച് വന്നത്. പക്ഷേ ഈ ലോകത്ത് ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നും തന്നെയില്ല. തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്തിച്ചേരാനും നമുക്ക് സക്സസ് ആവാനും പറ്റും. ഫസ്റ്റ് നിങ്ങൾക്ക് കടുത്ത വേദന ഉണ്ടാവും, എന്നാൽ ഒരിക്കലും അത് നിങ്ങൾ അവരുടെ മുഖത്ത് കാണിക്കാതിരിക്കുക. അതുപോലെ നിങ്ങളെ അപമാനപ്പെടുത്തിയാൽ നിങ്ങളുടെ മനസ്സിനെ അവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. അവർ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം നിങ്ങളിങ്ങനെ ആൻസർ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഗെയിമിൽ നിങ്ങൾ വീഴുന്നു എന്നർത്ഥം. അവർക്കതാണ് വേണ്ടത്. നിങ്ങളുടെ കൺട്രോൾ അവരുടെ കയ്യിലാകുന്നതാണ് അവരുടെ സക്സസ്. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളെടുത്ത് ഇത്രയും നമ്മളെ കുറേ ഇങ്ങനെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താവുമെന്ന് വെച്ചാൽ തിരിച്ച് അതിനേക്കാൾ ശക്തമായി തിരിച്ചടിച്ച് ശക്തമായി അലറി അതൊക്കെയാണ് സക്സസ് എന്ന്. എന്നാൽ അതല്ല. ഇത്രയും ദിവസം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി നടന്നിട്ടുണ്ടോ, നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി ഇങ്ങനെ അലറി നിങ്ങളെ മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് മൗനം. ഇത്രയും ദിവസം നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കി തിരിച്ച് റിയാക്ട് ചെയ്ത് ന്യായീകരണങ്ങൾ പറഞ്ഞെല്ലാം ചെയ്ത നിങ്ങൾ പെട്ടെന്ന് മൗനമാകുമ്പോൾ
അതവരെ കൺഫ്യൂഷനിലാക്കും. കാരണം അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആയുധങ്ങളെല്ലാം നിങ്ങൾക്ക് മേലെ പ്രയോഗിക്കാനും ജയിക്കാനും കഴിയാതെ ആവും. അത് തന്നെ അവർക്കുള്ളിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാക്കും. അവർക്കുള്ളിൽ കുറെ ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങും. ഇതുവരെ എന്ത് പറഞ്ഞാലും കരയുന്നവളാണല്ലോ, ദേഷ്യപ്പെടുന്നവളാണല്ലോ, എന്തുകൊണ്ട് ഇവള് കരഞ്ഞില്ല, എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടില്ല, എന്തുകൊണ്ട് തകർന്നില്ല ഇവൾ, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ അവർക്കൊരു അടിയായിട്ട് അവരുടെ ഉള്ളിൽ തന്നെ വീഴാൻ തുടങ്ങും. ഒന്നോർക്കുക, ഈ മൗനം എന്ന് പറയുന്നത് ബലഹീനതയല്ല, ഈ മൗനം ഭയം കൊണ്ട് വരുന്നതല്ല, ഇത് യുദ്ധത്തിന് മുമ്പേ ഉള്ള ഒരു ശാന്തതയാണ്. ചാണക്യനായിട്ട് മാറുക എന്ന് പറയുന്നത് കരയുന്നതോ അലറുന്നതോ അല്ല, നിങ്ങളുടെ ഉണർവുകൾക്ക് നിങ്ങൾ രാജ്ഞിയായിട്ട് മാറുന്നതാണ്. നിങ്ങളുടെ ഭർത്താവ് വിചാരിക്കും നിങ്ങൾ അടങ്ങിക്കഴിഞ്ഞു എന്ന്, എന്നാൽ നിങ്ങൾ അവിടെ തയ്യാറായി കൊണ്ടിരിക്കുകയാണെന്ന കാര്യം ആ വ്യക്തിക്ക് അറിയില്ല. ഇതാണ് ചാണക്യതന്ത്രത്തിന്റെ ആദ്യ പടി. നമ്പർ 2, വാക്കുകളാലല്ല, നിങ്ങളുടെ വളർച്ച കൊണ്ടാണ്, അതായത് സക്സസ് കൊണ്ടാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ഭർത്താവ് എപ്പോഴും നിങ്ങളെ ഇങ്ങനെ തകർത്തും നിങ്ങളെ ഒരു കുറ്റവാളിയാക്കി നിങ്ങളെ ഒറ്റപ്പെടുത്തി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, വെറും വഴക്ക് കൂടണം എന്നതിലുപരി നിങ്ങൾ ഭയന്ന് എന്നും ആ വ്യക്തിക്ക് ഒരു അടിമയായിട്ട് താഴെ ഇരിക്കണം. അതാണ് ആ വ്യക്തിയുടെ ലക്ഷ്യം. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ വെറും ഈ വീട് മാത്രമാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ ഇരിക്കാം. അതാണ് അവരുടെ എയിം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വളരുക, ശാന്തമായിട്ടിരിക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ പഠിച്ചുകൊണ്ട് മൗനമായി മുന്നേറിപ്പോവുക. അത് നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അതിനെ വളർത്തിയെടുക്കുമ്പോഴാണ് അതൊരു സക്സസിൽ പോയി നിൽക്കുന്നത്. സക്സസ്സായി നിൽക്കുന്ന എല്ലാ വ്യക്തികളും ചെയ്തത് അത് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ആകാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ബ്ലോക്കേജ് നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. സോ എല്ലാവർക്കും എന്തെങ്കിലും കുക്കിംഗ് ആയാലും ഒരു ടൈലറിങ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഒരു കഴിവ് എല്ലാവർക്കും ഇരിക്കും. അതെന്താണ് കണ്ടുപിടിച്ച് അതിനെ വളർത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ യൂട്യൂബിലും എല്ലാറ്റിലും എന്ത് വേണോ നമുക്ക് പഠിക്കാവുന്നതാണ്. സോ ഈ കരഞ്ഞും തളർന്നും അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിൻ്റെ മൈൻഡിനെ ഡൈവേർട്ടായി മാറ്റുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡമാണ് വരുന്നത്. എപ്പോഴായാലും ഒരു സ്ത്രീക്ക് വേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് മാരേജ് ലൈഫ് അതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല, അവരവർ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതായിരിക്കണം അവരുടെ ലക്ഷ്യവും സക്സസും. കുറച്ചു പേർക്കുള്ള ഒരു പ്രശ്നമാണ്, എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല, എന്നെ ശത്രുവായി വച്ചിരിക്കുന്ന വ്യക്തി പിന്നെ എങ്ങനെയാണ് എന്നെ ഇതിനൊക്കെ അനുവദിക്കുക എന്ന്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സ്വയം ചെയ്യാവുന്ന ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ ചെയ്തുകൂടെ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെ ആർക്കും തകർക്കാൻ പറ്റും. നിങ്ങളുടെ ശത്രുവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മൗനമായിട്ട് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ വാക്കുകൾ ഒരർത്ഥവും ഇല്ലാതെയാവും. അയാളുടെ അധികാരം അവിടെ തകരാൻ തുടങ്ങും. ഇതാണ് ചാണക്യരുടെ യുദ്ധം ചെയ്യാതെ ജയിക്കാനുള്ള തന്ത്രം. നമ്പർ 3, ശരിയായ സമയം വരുന്നതുവരെ മൗനമായിട്ടിരിക്കുക. ഇത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാനും നേരത്തേക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു ക്ഷമയില്ല. നമ്മൾ ഒരു കാര്യം വന്നാൽ എടുത്തോ പിടിച്ചോ എന്ന് നമ്മളൊരു ആൻസർ പറയും. അപ്പോൾ അത് തന്നെ നമ്മളെ ഇങ്ങനെ തകർക്കുന്ന ഒരു ആയുധമായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ട് ഉടനെ മറുപടി വേണ്ട, ഉടനെ തിരിച്ചടി വേണ്ട, ഉടനെ തീരുമാനവും വേണ്ട. ഏതൊരു അഹങ്കാരിക്കും ഒരു തെറ്റ് പറ്റും. നിങ്ങളുടെ ഭർത്താവ് ഏത് സമയം വരെ ഞാൻ വലിയ ബുദ്ധിശാലിയാണെന്ന് കരുതുന്നുവോ അതുവരെ അവർ വളരെ ശ്രദ്ധയോടെ നടിക്കും. എന്നാൽ അഹങ്കാരം വർദ്ധിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയെല്ലാം തെറ്റാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ എല്ലാം മൗനമായിട്ട് വീക്ഷിക്കുക. ആ വ്യക്തി എന്താണ് പറയുന്നത്, ആരോട് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എപ്പോൾ മുഖം മൂടി അഴിയുന്നു, ഇതെല്ലാം നിങ്ങൾ വളരെ ശാന്തമായിട്ട് വീക്ഷിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശേഖരിക്കുക. ക്ഷമയുള്ള സ്ത്രീ ശരിയായ സമയത്ത് പ്രവർത്തിക്കുകയും ചെയ്യും, അത് സക്സസ് ആവുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഉടനെ സംസാരിച്ചാൽ നിങ്ങൾ ബലമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബലം വെളിയിൽ വരും. എന്നാൽ നിങ്ങൾ ശരിയായ സമയത്ത് സംസാരിച്ചാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ബലഹീനത വെളിയിൽ വരും. ശരിയായ സമയത്തുള്ള ഒരു പ്രവൃത്തി 1000 വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണ്. ആ ശരിയായ സമയം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യും, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. നമ്പർ 4, ശരിയായ അകൽച്ച, ഡിറ്റാച്ച്ഡ് ആവുക. അതായത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വ്യക്തിയെ ട്രൂ ആയിട്ട് നമ്മൾ സ്നേഹിക്കും, പക്ഷെ അവർ അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ ഇങ്ങനെ ഒരു ശത്രുവായി കാണുന്നതും ഇങ്ങനെ പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മൾ അത്രയും ട്രൂ ആയി സ്നേഹിച്ചത് കൊണ്ട് തന്നെ അവർ കുറേ വിശ്വാസവഞ്ചനയും
കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളെ വെറും അത്രയും ഒരു പുൽക്കൊടിക്ക് സമമായിട്ട് വച്ചിരുന്നാലും നമ്മളിങ്ങനെ അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ സ്നേഹിക്കേണ്ടത് അവരാണ്, നമ്മുടെ സ്നേഹം അവരുടെ കൈകളിലാണ്, എല്ലാം അവരാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് അവർ ഓടിക്കൊണ്ടേയിരിക്കും. സോ ഇവിടെ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഡിറ്റാച്ച്ഡ് ആവുക. നമുക്കതിനെന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾ, പ്രാരാബ്ദം, ഫാമിലി, നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കണമല്ലോ. സോ മാനസികമായി ഡിറ്റാച്ച്ഡ് ആവുക. ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുക്കുന്നതും ഇറങ്ങിപ്പോകുന്നതും അല്ല. ആര് നമ്മുടെ അടുത്ത് എത്രത്തോളം വരാം, എത്രത്തോളം സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു അതിർവരമ്പ് സൃഷ്ടിക്കുന്നതാണ് ഈ ഡിറ്റാച്ച്മെന്റിന്റെ അർത്ഥം. വ്യക്തി നമ്മളെ എത്രത്തോളം വന്ന് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, അത് മാനസികമായും ശാരീരികമായാൽ പോലും അതിന് നമ്മളും ഒരു തരത്തിൽ കാരണമാണ്. കാരണം നമ്മൾ അതിന് നിന്ന് കൊടുക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ കുറേ ന്യായീകരണങ്ങൾ നിരത്തി വെച്ച് വീണ്ടും വീണ്ടും സംസാരിച്ച് കൂടുതൽ അടുക്കുമ്പോഴാണ് അവർക്ക് അതിനുള്ള അവരുടെ അതിർവരമ്പെല്ലാം ഭേദിക്കപ്പെടുന്നത്. സമയം ഇന്ന് മാരേജ് നാളെ ചെയ്യണമെന്ന് പറയുന്ന കാര്യമല്ല. ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് ആയവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. സോ അവർക്ക് വേറെ വഴിയില്ല. അവരുടെ ലൈഫ് എന്തായാലും നമുക്ക് നമ്മുടെ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അല്പം സമാധാനം വേണമല്ലോ, അതിനുവേണ്ടി പറയുന്നതാണ്. സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ഒരു ഡിറ്റാച്ച്മെന്റ് മാനസികമായി വയ്ക്കുമ്പോൾ തന്നെ അവർക്ക് സംസാരിക്കാനും അവർക്ക് അങ്ങനെയൊക്കെ പെരുമാറുവാനും അവർക്ക് തന്നെ കഴിയില്ല. നമ്മളൊരു അതിർവരമ്പുകൾ സൃഷ്ടിച്ച് ശക്തമായി നിൽക്കുമ്പോൾ അവർക്ക് അടുക്കാൻ പറ്റില്ല. നമ്മുടെ കോൺഫിഡൻസിന് മുന്നിൽ അവർ തല താഴ്ത്തും. പക്ഷേ അവരെപ്പോഴും തകർത്തും തളർത്തിയും അപമാനിച്ചും ഒക്കെ അങ്ങനെ ഒരു സന്തോഷം, ആത്മനിർവൃതിയൊക്കെ അടഞ്ഞിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൗനവും ഈ ഡിറ്റാച്ച്മെന്റും ഒക്കെ അവരെ വല്ലാതെ ഡിപ്രഷനാക്കുകയും തകർക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അപ്പോഴും കുറച്ച് വ്യക്തികൾ ഇതൊന്നും മുഖത്ത് കാണിക്കാതെ അവർ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത പല ഷോയും കാണിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അവർക്കൊരു ഇരയെ വേണം. അവർക്ക് എപ്പോഴും അങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് അധികാരം കാണിച്ച് ഇങ്ങനെ വച്ചാൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അവരെന്നാലേ അവരുടെ അധികാരവും അവർക്കതാണ് സമാധാനം, സന്തോഷം. സോ അതിനു വേണ്ടി ചിലപ്പോൾ അവർ ഇടയ്ക്കൊക്കെ വന്ന് നിങ്ങളാണെല്ലാം, നീ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ നിന്റെ സർവസ്വമാണ്, അങ്ങനെയൊക്കെ അവർ പറയും. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഇത് പലതവണ ആവർത്തിച്ചതുള്ളവർക്ക് അതറിയാമായിരിക്കും. അപ്പോൾ ഈ ചാണക്യ വിധികൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ 100% പറയുന്നു, നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. നിങ്ങൾ ചേസറായിട്ടിരുന്ന സ്ഥലത്ത് ആ വ്യക്തി നിങ്ങളെ പിന്നെ ചേസ് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങളിൽ നിന്ന് ഒരു അറ്റൻഷനും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് വേണ്ടത് ആ അറ്റൻഷനും നിങ്ങളുടെ ആ പേടിച്ചുള്ള ആ ഇരിപ്പും ഭയവും അതൊക്കെയാണ് വേണ്ടത്. നിങ്ങളിൽ നിന്ന് അപ്പോൾ ഒന്നും കിട്ടാതാവുമ്പോൾ അവരവിടെ ഡിപ്രഷൻ അടിക്കാൻ തുടങ്ങി നിങ്ങളെ ചേസ് ചെയ്യാനും നിങ്ങൾക്ക് വാല്യൂ തരാനും തുടങ്ങും. അതുമാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പഠിക്കും. തന്നെ നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾക്കെല്ലാം തരണമെന്നുള്ള അതൊക്കെ മാറും. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കാനും അത്രയും ജീവിതത്തെ എൻജോയ് ചെയ്ത് അതുവരെയുള്ള നിങ്ങളിൽ നിന്ന് നിങ്ങളെന്ന് പറയുന്ന ഒരു പുതിയ വ്യക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ തന്നെ കാണും. ആ ഒരു സന്തോഷം പറഞ്ഞറിയാനുള്ളതല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.